രണ്ട് അവസാനം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഓടിവിടുത്തയോ നോക്കാം. എന്താ അങ്ങനെ ഒരു പരിപാടി എൻ്റെ അകത്ത് പ്രശ്നമില്ല. നോക്കാം. അതായത് ഭാഗ്യം കൊണ്ട് പോയത് പോകുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. 54-ാം അധ്യായം 24 എടുക്കേണ്ടത്. അല്ല, 26 വരെയാണ്. ഇനി 31 സാർ എടുക്കുന്നത്. 30 വരെ കഴിഞ്ഞു. 30 വരെ കഴിഞ്ഞു. 30 വരെ കഴിഞ്ഞു. പതങ്ക ഇവ പാവകഹ വരെ പകം വരെ. ഓ ശരിയാ. ആ ഉപമ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തല്ലോ. ദശമസ്കന്ധം 54-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം. ദശമസ്കന്ധം 54-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം. തഫ്യചാപതത ഖഡ്ഗം തിരശ്ചർമ്മചേഷുഭി ചിത്വാഫിമാദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യതാം. തഫ്യച ആപതതഃ, തഫ്യ അവന്റെ, ആപതതഃ ചാടി വരുന്ന അവന്റെ, ആപതതഃ തഫ്യ ഖഡ്ഗം തന്റെ നേർക്ക് ചാടി വരുന്ന അവന്റെ ഖഡ്ഗം വാളും, തിരശഃ ചർമ്മജ ഇഷുഭിഹി. തിലശഃ എന്ന് വെച്ചാൽ എള്ളുപോലെ, എള്ളുപോലെ ചെറുതാക്കി. ചർമ്മ എന്ന് വെച്ചാൽ പടച്ചട്ട. ച ഇഷുഭിഹി അമ്പുകളെ കൊണ്ട്. നേരെ പാഞ്ഞു വരുന്ന അവന്റെ ഖഡ്ഗവും പരിചയും, വാളും പരിചയും, അത് രണ്ടും അമ്പുകളെ കൊണ്ട് എൾമണിപ്രായമാക്കി, എള്ളുകൾ പോലെ. തിരശഃ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ വാൾ നുറുക്കിക്കളഞ്ഞു. വാള് മാത്രമല്ല, പടച്ചട്ടയും. തഫ്യജ ആപതത ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭി ഛിത്വാഫിമാദദേ തിക്മം. ഛിത്വാ മുറിച്ചിട്ട്, അഫിം ആദദേ രണ്ടാമതൊരു വാളെടുത്തപ്പോൾ അതും മുറിച്ചു കളഞ്ഞു. രുക്മിണം ഹന്തുമുദ്യത എന്നിട്ട് രുക്മിണം രുക്മിയെ ഹന്തും കൊല്ലുന്നതിനെ ഉദ്യത ഉദ്യമിച്ചിറങ്ങി. ശ്രീകൃഷ്ണൻ തേരിൽ നിന്നിറങ്ങി കൃഷ്ണനെ ഹിംസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാളെടുത്തു വന്നു എന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. പാറ്റ തീയിൽ വീഴുന്ന പോലെയാണ് എന്നൊക്കെ ഉപമാനം പറയുകയും ചെയ്തു. അങ്ങനെ അപ്പൊ കൃഷ്ണൻ തൻ്റെ നേർക്ക് ചാടി വരുന്ന രുക്മിയുടെ വാളും പരിചയമൊക്കെ തൻ്റെ കയ്യിലുള്ള അമ്പുകളെ കൊണ്ട് പൊടിപൊടിയാക്കി, കഷ്ണങ്ങളാക്കി മാറ്റി. ഇനി ഇവനെ നിഗ്രഹിക്കാൻ വിചാരിച്ച് വാളും എടുത്തുകൊണ്ട് ഭഗവാൻ ഉദ്യതനായിട്ട് തിരശഃ ഛിത്വാ അഫിം ആദദേ തിക്മം, തീക്ഷ്ണമായ വാള് കയ്യിലെടുത്തുകൊണ്ട് ഹന്തും ഉദ്യത കൊല്ലുന്നതിനെ ഉദ്യമിച്ചവനായിട്ട്, പ്രയത്നിച്ചവനായിട്ട് വീണ്ടും ഇയാളുടെ നേരെ ചാടി വീണു കൃഷ്ണൻ. രുക്മിയുടെ നേരെ ചെന്നു. രുക്മിയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രുക്മിയുടെ നേരെ ചാടി. തഫ്യച ആപതത ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭി ഛിത്വാഫിമാദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യതാം. തഫ്യച ആപതത ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭി ഛിത്വാഫിമാദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യതാം. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തുരുവാച കരുണം സദീം. ദൃഷ്ട്വാ കണ്ടിട്ട്,
ഭ്രാതൃവധോദ്യോഗം, സഹോദരന്റെ വധത്തിന്റെ ഉദ്യോഗം കണ്ടിട്ട്, പ്രയത്നം കണ്ടിട്ട് രുക്മിണി ഭയവിഹ്വല. രുക്മിണി ഭയം കൊണ്ട് പരവശയായിത്തീർന്നു, വിഹ്വലയായിത്തീർന്നു. പതിത്വാ പാദയോഹു ഭർത്തുഹു പാദയോഹു പതിത്വം. ഭർത്താവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണിട്ട് ഉവാച കരുണം സതി, കാരുണ്യത്തോടെ സതിയായിത്തുന്ന അവൾ ഉവാച പറഞ്ഞു. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം, ഇപ്പൊ രുക്മിണിയെ കൊന്നുകളയും എന്നുള്ള മട്ടിലാണ് ഭഗവാൻ വാളുമായി എടുത്തു ചാടിയത്. അങ്ങനെ രുക്മിണിയെ കൊല്ലുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്റെ വധത്തെ കുറിച്ച് പെട്ടെന്ന് വിചാരിച്ചവളായ അവൾ പേടിച്ചു പറിച്ചവളായിട്ട് രുക്മിണി ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് കാരുണ്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണി ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തുരുവാച കരുണം സതി. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണി ഭയവിഹ്വലാം പതിത്വാ പാദയോർഭർത്തുരുവാച കരുണം സതി. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണി ഭയവിഹ്വലാം പതിത്വാ പാദയോർഭർത്തുരുവാച കരുണം സതി. യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. യോഗേശ്വര അപ്രമേയാത്മൻ, ഹേ യോഗേശ്വരനായ ഭഗവൻ, എല്ലാ യോഗങ്ങളിലെയും ഈശ്വരനായ ഹേ ഭഗവൻ, അപ്രമേയാത്മൻ അളക്കാനാവാത്ത ആത്മസ്വരൂപത്തോടു കൂടിയവനാണ് അങ്ങ്. അപ്രമേയ ആത്മാൻ, അപ്രമേയം പ്രമയ്ക്ക് വിഷയമാവാത്തത്, അളക്കാനാവാത്ത ആത്മസ്വരൂപത്തോടു കൂടിയവനായ അങ്ങ്. ഹേ ദേവദേവ ജഗത്പദേ, രണ്ടും സംബോധനയാണ്. ദേവദേവനും ജഗത്പതിയുമായ ഹേ ഭഗവൻ, ഹന്തും നാർഹസി, കൊല്ലുവാൻ അർഹിക്കുന്നില്ല. അവിടെ കല്യാണ എന്നുള്ള സംബോധനയാണ്. കല്യാണി എന്ന സ്ത്രീലിംഗത്തിൽ പറയുന്ന ഒരു കല്യാണം. ഭ്രാതരം മേ, മേ ഭ്രാതരം ഹന്തും നാർഹസി, എന്റെ സഹോദരനെ കൊല്ലുവാൻ അർഹിക്കുന്നില്ല. ഹേ മഹാഭുജ, വലിയ ബാഹുഭുജമുള്ളവനായ ഹേ ഭഗവൻ, അങ്ങ് വിചാരിച്ചാൽ അനായാസമായും എന്റെ സഹോദരനായ രുക്മിണിയെ കൊല്ലാൻ പറ്റും. കൊല്ലരുതേ, എന്റെ സഹോദരനാണ്, അതുകൊണ്ട് ആ സഹോദരനെ കൊല്ലരുത്. ഹന്തും നാർഹസി, കൊല്ലുന്നതിന് അങ്ങ് അർഹിക്കുന്നില്ല എന്ന് അങ്ങയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വാസ്തവത്തിൽ അങ്ങയുടെ വൈഭവം അവൻ അറിയില്ല, അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് രുക്മിയെ കൊല്ലരുതേ എന്ന് കാലിൽ വീണ് കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചു രുക്മിണി. യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജാം. യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജാം. ശ്രീശുകുവാച. ഇനി ശുകൻ പറയുകയാണ്. തയാ പരിത്രാസവികമ്പിതങ്കയാ ശുചാവശുഷ്യൻ മുഖരുദ്ധകണ്ഠയാം കാദര്യവിഭ്രംശിത ഹേമമാലയാ ഗൃഹീതപാദകരുണോന്യവർത്തതാം. തയാ അവളാൽ, പരിത്രാസ വികമ്പിതങ്കയ, പരിത്രാസം കൊണ്ട്, ഭയം കൊണ്ട്, വികമ്പിത അങ്കയ, അവളുടെ അംഗങ്ങളൊക്കെ വിറച്ചു തുടങ്ങിയെന്നത്. പേടി കൊണ്ട്, പേടിച്ചു വിറയ്ക്കുക എന്ന് പറയുന്നത് ശരിയായി. പേടി കൊണ്ട്, പരിത്രാസം കൊണ്ട്, വികമ്പിത അങ്കയ, വിറയ്ക്കുന്ന അംഗങ്ങളോട് കൂടിയ അവളാൽ, തയാ പരിത്രാസ വികമ്പിത അങ്കയാ ശുചൗ അശുഷ്യൻ മുഖരുദ്ധകണ്ഠയാ. ശുചാവശുഷ്യൻ, ശുചാ ശോകം കൊണ്ട്, അശുഷ്യത് ഉണങ്ങി വരണ്ടു, മുഖരുദ്ധകണ്ഠയ ഉണങ്ങി വരുന്നുകൊണ്ട്, മുഖം ച വായ, വായിൽ നാക്കുണങ്ങി വരേണ്ടത് കൊണ്ട്
രുദ്ധകണ്ഠയ, തൊണ്ടയിൽ തടവുണ്ടായി, വെള്ളമില്ലാതായി തൊണ്ടയിൽ, മിണ്ടാൻ മേലുണ്ടായി. എന്തുകൊണ്ടാണ്? പേടികൊണ്ടാ. പേടിച്ചു വിറച്ച അവൾ ആ പരിത്രാസം കൊണ്ട് വികമ്പിതാംഗയായി, വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയവളായിട്ട്, ഉണങ്ങിയ നാവോട് കൂടിയവളായിട്ട്, ഒരക്ഷരം പോലും മിണ്ടാൻ ശക്തിയില്ലാത്തവളായിട്ട്, തൊണ്ടയിടറിക്കൊണ്ട് കാതര്യ വിഭ്രംശിത ഹേമമാലയ, കാതര്യത കൊണ്ട് ദുഃഖം കൊണ്ട്, വിഭ്രംശിത ഭയം കൊണ്ട് വീണുപോയ ഹേമമാലയ, സ്വർണമാല. കഴുത്തിൽ കിടന്ന സ്വർണമാല ഭയം കൊണ്ട് വീണ് താഴെ പോയി. ശരീരം വിറച്ചു, കുനിഞ്ഞ് ഭഗവത് പാദങ്ങളിലേക്ക് നമസ്കരിച്ചപ്പോൾ തന്റെ കഴുത്തിൽ നിന്നും മാല താഴെ വീണുപോയി. കാതര്യം കൊണ്ട്, കതരത കൊണ്ട്, ഭയം കൊണ്ട് വിഭ്രംശിത ഹേമമാലയ, സ്വർണമാല വിഭ്രംശിക്കപ്പെട്ടവളായ അവൾ ഗൃഹീതപാദകരുണോന്യവർത്തത, പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് കരുണോ, കാരുണ്യത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻ ന്യവർത്തത, മടങ്ങിയെന്നത്, പിന്തിരിപ്പിച്ചു. ശുഗൻ കയറി പറയുകയാണ്, ഇങ്ങനെ ഭയം കൊണ്ട് ശരീരം വിറച്ചവളും, ഭയം കൊണ്ട് ശരീരം വിറച്ചവളും, ദുഃഖം കൊണ്ട് തുണ്ടയും നാക്കും ഉണങ്ങി വരണ്ടത് കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാതായവളും, ഭയം കൊണ്ട് കഴുത്തിൽ നിന്നും സ്വർണമാല ഊരിപ്പോയവളുമായ അവളാൽ ഗൃഹീതപാദ, കാല് പിടിച്ചുകൊണ്ട്, അവൾ ഭഗവാന്റെ കാല് പിടിച്ചുകൊണ്ട് കരുണു, കാരുണ്യത്തോടുകൂടി ന്യവർത്തത, ആ സംരംഭത്തിൽ നിന്നും ഭഗവാനെ പിന്തിരിപ്പിച്ചു. രുക്മിയെ കൊല്ലാൻ പോകുന്ന ഭഗവാനെ ആ സംരംഭത്തിൽ നിന്നും ന്യവർത്തത, പിന്തിരിപ്പിച്ചു. തയാ പരിത്രാഫവികമ്പിതാംഗയാം ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഠയാം കാതര്യ വിഭ്രംശിത ഹേമമാലയാ ഗൃഹീതപാദകരുണോ ന്യവർത്തതാം. തയാ പരിത്രാഫവികമ്പിതാംഗയാ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഠയാം കാതര്യ വിഭ്രംശിത ഹേമമാലയാം ഗൃഹീതപാദകരുണോ ന്യവർത്തതാം. തയാ പരിത്രാഫവികമ്പിതാംഗയാം ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഠയാം കാതര്യ വിഭ്രംശിത ഹേമമാലയാ ഗൃഹീതപാദകരുണോ ന്യവർത്തതാം. സാറേ, വിഭ്രംസിത എന്നുള്ളത് വിശ്രംസിത എന്നതിനകത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ശരിയാ, രണ്ടും ഒരേ അർത്ഥം. വിശ്രംസം വീണു പോകാണ്, വിഭ്രംശതും വീണുപോയതാണ്. ശൈലേന ബദ്ധ്വാ തമസാധുകാരിണം ശ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവൻ അമർദുഃ പരസൈന്യമദ്ഭുതം യദുപ്രവീരാ നളിനീം യഥാ ഗജാം. ശൈലേന ബദ്ധ്വാ, വസ്ത്രം കൊണ്ട് കെട്ടിയിട്ട്, ചേല വസ്ത്രമാണ് ശൈലേന, വസ്ത്രം കൊണ്ട്, ബദ്ധ്വാ ബന്ധിച്ചിട്ട്, തം അവനെ, അസാധുകാരിണം തം ബദ്ധ്വാ, അസാധുകാരിയായ അവനെ ബന്ധിച്ചിട്ട്, അസാധുകാരി, സാധു ചെയ്യാത്തവൻ, നല്ല കാര്യങ്ങൾ ചെയ്യാത്തവനായ അവനെ, അസാധുകാരിയായ അവനെ ബന്ധിച്ചിട്ട്, ശ്മശ്രുകേശം, ശ്മശ്രു എന്ന് വെച്ചാൽ മീശ, കേശം മുടി, മീശയും മുടിയോടും കൂടി, പ്രവപൻ ഛേദിച്ചുകൊണ്ട്, വടിച്ചു കളഞ്ഞിട്ട്, അവന്റെ മുടിയും മീശയും ഒക്കെ ഛേദിച്ചു കളഞ്ഞു. വ്യരൂപയത്തിന് വിരൂപനാക്കി മാറ്റി. മുടിയും മീശയും ഒക്കെ മുറിച്ചു കളഞ്ഞാൽ, ഛേദിച്ചു കളഞ്ഞാൽ വിരൂപനാകുന്നു, സൗന്ദര്യം ഇല്ലാണ്ട് പോകും. അങ്ങനെ രുക്മിയെ വിരൂപനാക്കി. മുടി മുഴുവൻ ഛേദിച്ചു കളഞ്ഞു, മീശയും ഛേദിച്ചു കളഞ്ഞു. ശ്മശ്രുകേശം,
പ്രവപൻ വടിച്ചു കളയാന്ന്, പ്രവപൻ വാക്കിന്റെ അർത്ഥം മുറിച്ചു കളയുക എന്ന് പറയാൻ വേണമെങ്കിൽ. ജരൂപയത് അവനെ വിരൂപനാക്കി മാറ്റി. താവത് അപ്പോഴേക്കും മമർദുഹു മർദ്ദിച്ചു. പരസൈന്യം അദ്ഭുതം അപ്പോഴേക്കും അദ്ഭുതമായ പരസൈന്യത്തെ യദുപ്രവീരാഹ യാദവ ശ്രേഷ്ഠന്മാർ യഥാ ഗജാഹ നളിനീം എപ്രകാരമാണോ ആനകൾ, ഗജാഹ ആനകൾ, നളിനീം താമരപ്പൊയ്യയിലേക്ക് ഇറങ്ങുന്നത്, അതേപോലെ പരസൈന്യങ്ങളെ മുഴുവനും യാദവന്മാർ മർദ്ദിച്ചു. മമർദു ആന ഒരു താമരപ്പൊയ്യയിൽ ഇറങ്ങിയാൽ എങ്ങനെയാണോ താമരപ്പൂക്കൾ വലിച്ചു പറിച്ചു കളയുന്നത്, അതേപോലെ ഇവിടെ യാദവ സൈന്യങ്ങൾ ആ രുക്മിണിയുടെ സൈന്യത്തെ മമർദുഹു മർദ്ദിച്ചു. താവൻ മമർദു പരസൈന്യം അദ്ഭുതം യദുപ്രവീര നളിനീം യഥാ ഗജാഹ ശൈലേന ബദ്ധ്വാ തമസാധുകാരിണം ശ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവൻ മമർദു പരസൈന്യമദ്ഭുതം യദുപ്രവീര നളിനീം യഥാ ഗജാഹ ശൈലേന ബദ്ധ്വാ തമസാധുകാരിണം ശ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവൻ മമർദു പരസൈന്യമദ്ഭുതം യദുപ്രവീര നളിനീം യഥാ ഗജാഹ ശൈലേന ബദ്ധ്വാ തമസാധുകാരിണം ശ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവൻ മമർദു പരസൈന്യമദ്ഭുതം യദുപ്രവീര നളിനീം യഥാ ഗജാഹ കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭൂ വിമുച്യബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത്. കൃഷ്ണാന്തികം ഉപവ്രജ്യ കൃഷ്ണന്റെ സമീപത്തിലേക്ക് ചെന്നിട്ട് ദദൃശുഹു തത്ര രുക്മിണം തത്ര അവിടെ രുക്മിണം ദദൃശുഹു രുക്മിയെ കണ്ടു. രുക്മിയെ ദദൃശുഹു കണ്ടു. തഥാഭൂതം എങ്ങനെ നിൽക്കുന്ന മുടിയെല്ലാം ഛേദിച്ചു കളഞ്ഞ് മീശയും മുറിച്ചു കളഞ്ഞു നിൽക്കുന്ന തഥാഭൂതം ഹതപ്രായം കൊല്ലപ്പെട്ടതുപോലെയാണ്. ഇത്രയുമൊക്കെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്ന തുല്യമാണ്. അതാണ് ഹതപ്രായം ദൃഷ്ട്വാ കണ്ടിട്ട് സംഘർഷണോ വിഭു ബലരാമനായ ആ വിഭു ആ ഭഗവാൻ വിമുച്യബദ്ധം കെട്ടിയിട്ടുന്ന അവനെ കെട്ടഴിച്ചു വിട്ടു. കാരുണ്യത്തോടെ ഭഗവാൻ കൃഷ്ണൻ അബ്രവി ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. ബലരാമൻ കൃഷ്ണന്റെ സമീപത്തിലേക്ക് എത്തിയ ബലരാമൻ അവിടെ രുക്മിയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അങ്ങ് തഥാഭൂതം മുകളിൽ വിവരിച്ച ശ്ലോകത്തിലെ പോലെ മുടിയും മീശയും മുടിയും ഒക്കെ ഒടിച്ചു കളഞ്ഞ അവൻ ഹതപ്രായനാണ്, കൊല്ലപ്പെട്ടതുപോലെ ഇരിക്കുന്ന അവനെ കണ്ടു. എന്നിട്ട് അവനെ കെട്ടഴിച്ചു വിട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ബലരാമൻ. ഇനി അങ്ങോട്ട് ബലരാമന്റെ വാക്കുകളാണ്. കൃഷ്ണാന്തികമുപവ്രജ്യാദിഷുസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭൂ വിമുച്യബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീൻ. കൃഷ്ണാന്തികമുപവ്രജ്യാദിഷുസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭൂ വിമുച്യബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീൻ. അസാധ്വിതം ത്വയാ കൃഷ്ണ കഥമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനം വൈരൂപ്യം സുഹൃദോവധ. അസാധു ഇതം, അസാധു എന്ന് വെച്ചാൽ നന്നായില്ല, നല്ലതായില്ല. ഓ ആ ഇവിടുണ്ട്.
ആ നീ പോയില്ലേ? ഓ അത് ശരി. ആ ഇല്ലില്ല, ഞാൻ ക്ലാസ്സിലാന്നേ ഉള്ളൂ. വന്നു കുഴപ്പമില്ല, വരുമ്പോ ബെല്ലടിച്ചാൽ മതി. ഞാനൊരു ക്ലാസ്സിലാണ്, വരുമ്പോ ഒന്ന് ബെല്ലടിച്ചാൽ മതി. ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അസാധ്വിതം ത്വയാ കൃഷ്ണ, ഇതം അസാധു, സാധുവല്ല, നന്നായില്ല, നല്ലതല്ല. ത്വയാ നിന്നാൽ ഹേ കൃഷ്ണ, കൃതം അസ്മജ്ജുഗുപ്സിതം, കൃതം നീ ചെയ്തത്, അസ്മജ്ജുഗുപ്സിതം നമുക്ക് ജുഗുപ്സ ഉണ്ടാക്കുന്നതാണ്, വെറുപ്പും അറപ്പും ഉളവാക്കുന്നതാണ്, നിന്ദയുണ്ടാക്കുന്നതാണ്. അസാധു ഇതം ത്വയാ കൃഷ്ണ കൃതം, ഹേ കൃഷ്ണ നിന്നാൽ ചെയ്യപ്പെട്ടത് അസാധുവാണ്, സാധുവല്ല. അസ്മജ്ജുഗുപ്സിതം നമുക്ക് ജുഗുപ്സ ഉണ്ടാക്കുന്നതാണ്. വപനം ശ്മശ്രുകേശാനാം, ശ്മശ്രുകേശങ്ങളുടെ വപനം, വടിച്ചു കളയൽ, വൈരൂപ്യം അതുകൊണ്ടുണ്ടാക്കുന്ന വിരൂപത, സുഹൃദോ വധ, സുഹൃത്തിന്റെ വധം പോലെയാണ്. ഒരാളെ വിരൂപനാക്കിയാൽ അവനെ കൊല്ലുന്ന തുല്യമാണ്. ഇപ്പൊ രുക്മിണി സുഹൃത്താണ്, ബന്ധുവുമാണ്, ഇവരുടെ അളിയനാണ്. അങ്ങനെയുള്ള ബന്ധുവിനെ വിരൂപനാക്കിയാൽ കൊല്ലുന്നതിന് തുല്യമാണ്. ഇത് നന്നായില്ല. നമ്മുടെ കുലത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുന്നതാണ്, അറപ്പുണ്ടാക്കുന്നതാണ്. അസാധു ഇതം കൃഷ്ണ ത്വയാ കൃതം, നിന്നാൽ ചെയ്യപ്പെട്ടത് സാധുവായില്ല. അസ്മജ്ജുഗുപ്സിതം നമുക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്താണ്? ശ്മശ്രുകേശാനാം വപനം വൈരൂപ്യം സൂതോ വധ, ശ്മശ്രുകേശങ്ങളുടെ വപനം വൈരൂപ്യം ഉണ്ടാക്കുന്നതാണ്, സുഹൃത്തുക്കളുടെ വധം തന്നെയാണ്. അസാധ്വിതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃതോ വധ. അസാധ്വിതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃതോ വധ. അസാധ്വിതം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃതോ വധ. മൈവാസ്മാൻ സദ്ഭൂയേഥാം ഭ്രാതുർവൈരൂപ്യചിന്തയാം സുഖദുഃഖദോ നന്യോസ്തി യതഃ സുകൃതഭുക് പുമാൻ. മാ ഏവ അസ്മാൻ മൈവാസ്മാൻ, മാ ഏവ അസ്മാൻ മൈവാസ്മാൻ, അസ്മാൻ നമ്മളെ, ഏവം ഇപ്രകാരം, അസൂയേഥാഹ അസൂയപ്പെടരുത്, മാ അസൂയേഥാഹ അസൂയപ്പെടരുത്, അസൂയ ഉണ്ടാകരുത്. ഭ്രാതൃ വൈരൂപ്യ ചിന്തയ, സഹോദരന്റെ വൈരൂപ്യ ചിന്ത കൊണ്ട് ഇവൾ, ഈ രുക്മിണി സഹോദരനെ വിരൂപിയായതുകൊണ്ട് അസ്മാൻ സാധു ഞങ്ങൾ, നല്ലത്, സാധു എന്നുള്ള സംബോധനയാണ്. സാധ്വി, ഹേ സാധ്വി, അസ്മാൻ മാ അസൂയേഥാഹ ഞങ്ങളോട് അസൂയപ്പെടരുത്, ഞങ്ങളോട് അസൂയ തോന്നിക്കരുത്. എന്തെന്നാൽ ഭ്രാതൃഹു വൈരൂപ്യചിന്തയാണ്. രുക്മിണി നിന്റെ സഹോദരന്റെ വൈരൂപ്യ ചിന്ത കൊണ്ട് ഞങ്ങളോട് പരിഭവം തോന്നിക്കരുത്, അസൂയ തോന്നിക്കരുത്. സുഖദുഃഖദോ എന്നുവെച്ചാൽ അന്യോസ്തി, സുഖവും ദുഃഖവും ദാനം ചെയ്യുന്നു. സുഖദുഃഖദ അന്യഹാച നാസ്തി, മറ്റൊരിടത്തൊന്നും അല്ല. അന്യഹാച നാസ്തി, സുഖദുഃഖങ്ങൾ മറ്റൊരിടത്തൊന്നും അല്ല കിട്ടുന്നത്. യതഃ എന്നാൽ സുകൃത ഭുക് ഉമ, തന്നെത്താൻ ചെയ്തത് അനുഭവിക്കുകയാണ് ദുഷ്ടം. സുഖദുഃഖങ്ങൾ മറ്റാരും നമുക്ക് തരികയല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന സുഖദുഃഖങ്ങളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുകയാണ്.
നമുക്ക് സുഖം തരാൻ ആരുമില്ല, ദുഃഖം തരാനും ആരുമില്ല. ആരും നമുക്ക് സുഖം തരികയില്ല, ദുഃഖം തരികയില്ല. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. സ്വകൃത തന്നെത്താൻ ഉണ്ടാക്കി അനുഭവിക്കുന്നതാണ്. സുഖദുഃഖദോ നജ അന്യോസ്തി യതഃ സ്വകൃത ഭുക് പുമാൻ. ശ്രീകൃഷ്ണനോട് ഇങ്ങനെയൊക്കെ ശകാരിച്ചിട്ട് രുക്മിണിയോട് പറഞ്ഞു, ഹേ രുക്മിണി, ഖേദിക്കണ്ട, ഞങ്ങളോട് ഇതിൽ അസൂയ തോന്നിക്കരുത്. സഹോദരന്റെ വൈരൂപ്യമായ കാര്യം ഓർത്ത് ഞങ്ങളോട് അസൂയപ്പെടരുത്. ഒരാൾക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാക്കി വെക്കുന്നത് മറ്റാരുമില്ല, അവരവർ തന്നെയാണ്. എനിക്ക് സുഖം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്, എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് ഞാനാണ്. കാരണം എന്താ, എന്റെ മനസ്സിലാണ് ഞാൻ സുഖം ദുഃഖം എന്ന് സങ്കല്പിക്കുന്നത്. മറ്റൊരാൾക്ക് എനിക്ക് സുഖം തരാനോ ദുഃഖം തരാനോ പറ്റില്ല. എന്നുവെച്ചാൽ അന്യോസ്തി, മറ്റൊന്നിൽ നിന്നുമില്ല. യഥ എന്തെന്നാൽ സ്വകൃതഭുക്ക്, അവരവർ ചെയ്യുന്ന അനുഭവിക്കലാണ് സുഖദുഃഖങ്ങൾ, മറ്റൊന്ന് കിട്ടുന്നതല്ല. അതുകൊണ്ട് രുക്മിണി, ഞങ്ങളോട് അസൂയ ഉണ്ടാവരുത് എന്ന്. സുഖദുഃഖങ്ങൾ അവരവരുണ്ടാക്കി വെക്കുന്നതാണ്. നിന്റെ സഹോദരൻ ഇപ്പോഴും ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്, മറ്റാരെയും വഴി പറഞ്ഞിട്ട് കാര്യമില്ല. മൈവാസ്മാൻ സൂയേഥാം ഭ്രാതുർവൈരൂപ്യചിന്തയാം സുഖദുഃഖദോ നന്യോസ്തീയത സുഖതഭുക്പുമാൻ. മൈവാസ്മാൻ സൂയേഥാ ഭ്രാതുർവൈരൂപ്യചിന്തയാം സുഖദുഃഖദോ നന്യോസ്തീയത സുഖതഭുക്പുമാൻ. മൈവാസ്മാൻ സൂയേഥാ ഭ്രാതുർവൈരൂപ്യചിന്തയാ സുഖദുഃഖദോ നന്യോസ്തീയത സുഖതഭുക്പുമാൻ. ബന്ധുർവധാർഹദോഷോപി ന ബന്ധുർവധമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനാം. ഇത്രയും രുക്മിണിയെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൃഷ്ണൻ നേരെ വീണ്ടും തിരിഞ്ഞു. ബന്ധുർവധാർഹദോഷോപി, ബന്ധു വധത്തിന് അർഹിക്കുന്ന ദോഷമുള്ളവനാണെങ്കിലും, വധാർഹദോഷോ അപി ബന്ധു, വധത്തിന് അർഹിക്കുന്ന ദോഷമുള്ളവനാണെങ്കിലും ബന്ധു ബന്ധോഹോ വധം ന അർഹതി, ബന്ധുവിൽ നിന്നും വരമർഹിക്കുന്നവനല്ല. ഇപ്പൊ രുക്മി എന്ന ഈ ബന്ധു വധാർഹമായ ദോഷം ചെയ്തവനാണ്, ശരിയാണ്. അങ്ങനെ ആണെങ്കിൽ പോലും ബന്ധുവായതുകൊണ്ട് അവനെ വധിക്കാൻ പാടില്ല, ബന്ധുക്കളെ കൊല്ലാൻ പാടില്ല. ബന്ധോഹോ വധം നാർഹതി, ബന്ധുവിൽ നിന്നുമുള്ള ഈ വധം അവൻ അർഹിക്കുന്നതല്ല. ത്യാജ്യ സ്വേനൈവ ദോഷീണ, ത്യാജ്യ ത്യജിക്കപ്പെടേണ്ടതാണ്. സ്വേനൈവ ദോഷീണ, സ്വന്തം തന്നെ ദോഷം കൊണ്ട്. ഹതക്കിം ഹന്യതയെ പുന, അങ്ങനെ ഹനിക്കപ്പെട്ടവനെ പിന്നെയും ഹനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനെ നാട് കടത്തി വിട്ടേച്ചാൽ മതി. അതവനെ അപമാനമാണ്, അല്ലെങ്കിൽ അവന് ഹാനികരമാണ്. അങ്ങനെ ഹാനിയുള്ള ഒരാളെ പിന്നെയും ഹനിക്കുന്നത് ആവർത്തനമല്ലേ. പുനഃക്കിം ഹന്യതേ, വീണ്ടും എന്തിനാണ് ഹനിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ത്യാജ്യനായ സ്വന്തം ഒരാള് അവരുടെ ദോഷം കൊണ്ട് ഹതനായാൽ പിന്നെയും അവനെ എന്ത് ചെയ്യേണ്ട, ഹനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ രുക്മി സ്വന്തം ദോഷം കൊണ്ട് തന്നെ ഇപ്പോൾ ഹതനായി, കൊല്ലപ്പെട്ടവനെ പോലായി. ഇനിയും അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. കൊല്ലപ്പെടാൻ യോഗ്യതയുള്ള ഒരാളാണ്. ആക്ഷേപവാക്കുകൾ കൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടവനെ പോലെ ആയിരിക്കും. ഇനിയും ആയുധം കൊണ്ട് അവനെ കൊല്ലേണ്ട ആവശ്യമില്ല, കൊല്ലരുത്. ബന്ധുർവധർഹദോഷോപി ന ബന്ധോർവധമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനാം. ബന്ധുർവധർഹദോഷോപി ന ബന്ധോർവധമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനാം. ബന്ധുർവധർഹദോഷോപി ന ബന്ധോർവധമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനാം. ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനന്മിത ഭ്രാതാഭ്രാതരം ഹന്യാൻ
ഏന ഘോരതരസ്തതാം. ക്ഷത്രിയാണാം അയം ധർമ്മ. ക്ഷത്രിയന്മാരുടെ ധർമ്മം ഇത് തന്നെയാണ്. ഇനിയും വീണ്ടും തിരിഞ്ഞ് രുക്മിണിയെ ആശ്വസിപ്പിക്കുകയാണ്. ആദ്യം രുക്മിണിയെ ആശ്വസിപ്പിച്ചു, പിന്നെ കൃഷ്ണനെ കണക്കെട്ടച്ച് അച്ഛ വഴക്ക് പറഞ്ഞു, ഇപ്പൊ വീണ്ടും രുക്മിണിയെ ആശ്വസിപ്പിക്കുകയാണ്. ക്ഷത്രിയാണാം അയം ധർമ്മ. ക്ഷത്രിയന്മാരുടെ ധർമ്മം ഇതാണ്. ഇത് പ്രജാപതി വിനിർമ്മിത. പ്രജാപതി ഉണ്ടാക്കിയതാണ് ഈ നിയമങ്ങൾ, ധർമ്മങ്ങൾ. ഭ്രാതരം ഹന്യ ഏന ഘോരതരസ്തുത. ഭ്രാതാപി അനുജനാണെങ്കിലും ഭ്രാതരം ഹന്യ ഭ്രാതാവിനെ ഹനിക്കാം. ഏന ഘോരതരസ്തുത. ഏന യാതൊന്നുകൊണ്ടാണോ, യാതൊന്നിലാണോ അവൻ ഘോരതരനായിത്തീരുന്നത്, ഏറ്റവും ഘോരമാകൃത്യം ചെയ്യുന്നവനായിത്തീരുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ വധിക്കാവുന്നതാണ്. ക്ഷത്രിയാണാം അയം ധർമ്മ. ക്ഷത്രിയന്മാർക്ക് ഇത് ധർമ്മമാണ്. ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്ത ധർമ്മമാണിത്. അത് ഏറ്റവും ഘോരതരമാണ് ഇത്. എന്തെന്നാൽ ക്ഷത്രിയന്മാരുടെ സ്വഭാവം യുദ്ധം ചെയ്യലാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ട പിന്നെ ബന്ധുവാണ് കൊല്ലരുത്, മകനാണ് കൊല്ലരുത്, അമ്മാവനാണ് കൊല്ലരുത് എന്ന് യുദ്ധത്തിലില്ല. യുദ്ധത്തിൽ ശത്രു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ബന്ധുത്വം അവിടെയില്ല. അതുകൊണ്ട് ക്ഷത്രിയന്മാരുടെ ധർമ്മം ഇതാണ്. അതുകൊണ്ട് നിന്റെ സഹോദരൻ വധിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാണ്. അവനെ വധിക്കുന്ന ക്ഷത്രിയ ധർമ്മവുമാണ്. ക്ഷത്രിയാണാം അയം ധർമ്മ. പ്രജാപതി വിനിർമ്മിത. ആരുണ്ടാക്കി വെച്ചാണ്? ബ്രഹ്മാവ് ഉണ്ടാക്കി വെച്ചാണ്, നമ്മളാരുമല്ല. ഭ്രാതരം ഹന്യ. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹജനെ മറ്റു സഹജൻ കൊല്ലാം. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുജനെ ജ്യേഷ്ഠന് കൊല്ലാം, ജ്യേഷ്ഠനെ അനുജനും കൊല്ലാം. ഭ്രാതരം ഹന്യ ഏന ഘോരതരസ്തത. കാരണം ഘോരതരമായ ഈ ഒരു ധർമ്മം ബ്രഹ്മാവ് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് രുക്മിയെ കൊല്ലുന്നത് ഒരു പാപം അല്ല എന്ന് വീണ്ടും ബലരാമസ്വാമികൾ രുക്മിണിയെ ബോധ്യപ്പെടുത്തുക. ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത. ഭ്രാതരം ഹന്യാൻ ഏന ഘോരതരസ്തതാം. ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത. ഭ്രാതരം ഹന്യാൻ ഏന ഘോരതരസ്തതാം. രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മന്യസ്യ തേജസ. മാനിനോന്യസ്യ വാഹേതോ ശ്രീമദന്ധക്ഷിപന്തിഃ. രാജ്യസ്യ ഭൂമേഃ വിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസ. ഇത്രയും എണ്ണങ്ങൾക്ക് മാനിനോ അന്യസ്യവ. മാനിയായ ഒരാൾക്കോ മറ്റൊരുവനോ ആകട്ടെ, ഹേതോഹോ ഇത്രയും കാരണം കൊണ്ട് ശ്രീമദാന്താഹ ഐശ്വര്യത്തിന്റെ മതം കൊണ്ട് അന്ധനായി തീർന്നിട്ട് ക്ഷിപന്തി ആക്ഷേപിക്കുന്നു. ഹി തീർച്ചയായിട്ടും ഐശ്വര്യം കൊണ്ട് മതം പിടിച്ചിട്ടാണ് ഈ വകയുള്ള ആക്ഷേപങ്ങൾ. ഈ പ്രവൃത്തി എന്തായാലും ശക്തായാലും ചേരുന്നതല്ല. വിവേകികളായ ആൾക്കാർ ബന്ധുക്കളെ നിന്ദിക്കില്ല. ദേഹാഭിമാനം കൂടുതലുള്ളവരാണ് ഐശ്വര്യം കൂടുകയും ചെയ്താൽ ന്യായ അന്യായ വിചാരങ്ങൾക്കുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ അവിവേകി എന്ന പേരിന് അർഹതയുള്ളവനാവും. അവന് രാജ്യാദികളായ കാരണം കൊണ്ട് ബന്ധുക്കളെ ആക്ഷേപിക്കത്തേ ഉള്ളൂ. അതിൽ സ്ത്രീ നിമിത്തം ബന്ധുവിനെ അവമാനിച്ച് നമുക്ക് അപകർഷമായി തന്നെ തീരും. ഇത് ശരിയല്ല. രാജ്യസ്യ ഭൂമേഹി വിത്തസ്യ സ്ത്രീയോ. രാജ്യത്തിന്റെയോ ഭൂമിയുടെയോ ധനത്തിന്റെയോ സ്ത്രീയുടെയോ മാനസ്യ ലോകസമ്മാനത്തിന്റെയോ തേജസ അതിന്റെ വൈഭവത്തിന്റെയോ അന്യസ്യ ഹേതോ മറ്റൊരു കാരണം കൊണ്ടോ രാജ്യസ്യ
ഭൂമിർവിത്തഫ്യ സ്ത്രീയോ മാനഫ്യ തേജസ മാനിനോ അന്യഫ്യവാഹേതോ മറ്റൊരു കാരണം കൊണ്ടോ ശ്രീമദാന്ധാഹ ക്ഷിപന്തി അവരെ ശ്രീമദാന്ധന്മാരായിട്ട് ഐശ്വര്യം കൊണ്ട് കണ്ണു കാണാത്തവരായിട്ട് ശ്രീമദാന്ധാഹ ക്ഷിപന്തി അവർ ക്ഷേപണം ചെയ്യുന്നവരാണ്, ആക്ഷേപിക്കുന്നവരാണ് നിശ്ചയം. ക്ഷത്രിയന്മാരുടെ സ്വഭാവം ഇതന്നെയാണെന്ന് പറയാം. അവരെ ശ്രീമദാന്ധന്മാരാണ്, ഐശ്വര്യം കൊണ്ട് മതം പിടിച്ചിരുന്നവരാണ്, കൊണ്ട് കണ്ണു കാണാത്തവരാണ്. അവരെ ക്ഷിപന്തിഹി ആക്ഷേപിക്കുക ചെയ്യും നിശ്ചയമാണ്. മാനിനോ അന്യഫ്യവാഹേതോ മാനിയായ ഒരാളുടെയോ മറ്റൊരാളുടെയോ കാരണം കൊണ്ട് രാജ്യഫ്യ ഭൂമിയെ വൃത്തഫ്യ സ്ത്രീയോ മാനസ്യ തേജസ ഈ ആറെണ്ണത്തിന്റെ ശ്രീമദാന്തം കൊണ്ട് വേഗം നശിച്ചവരായ മാനികൾ രാജ്യത്തിന്റെയോ ഭൂമിയുടെയോ ധനത്തിന്റെയോ തേജസ്സിന്റെയോ വൈഭവത്തിന്റെയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ വശംവദരായിട്ട് ആക്ഷേപിക്കുക തന്നെ ചെയ്യും. ഇത് ലോക സഹജമായ ക്ഷത്രിയന്മാരുടെ സ്വഭാവമാണ്. അതിൽ കാര്യമായി വിഷമിക്കണ്ട എന്ന് ശ്രീരാമദേവൻ അല്ലെന്ന് ബലരാമദേവൻ ആശ്വസിപ്പിക്കാൻ രുക്മിയെ. രാജ്യസ്യ ഭൂമിർവിത്തസ്യ സ്ത്രീയോ മാനസ്യ തേജസ മാനിനോ അന്യഫ്യവാഹേതോ ശ്രീമദാന്ധാക്ഷിപന്തി രാജ്യസ്യ ഭൂമിർവിത്തസ്യ സ്ത്രീയോ മാനസ്യ തേജസ മാനിനോ അന്യഫ്യവാഹേതോ ശ്രീമദാന്ധാക്ഷിപന്തി രാജ്യസ്യ ഭൂമിർവിത്തസ്യ സ്ത്രീയോ മാന്യസ്യ തേജസ മാനിനോ അന്യഫ്യവാഹേതോ ശ്രീമദാന്ധാക്ഷിപന്തി തവേയം വിഷമാബദ്ധി സർവഭൂതേഷു ദുർഹൃദാം യന്മന്യസേ സദാ ഭദ്രം സുഹൃദാം ഭദ്രമജ്ഞവത്. തവ ഇയം വിഷമാബുദ്ധി, നിന്റെ ഈ ബുദ്ധി വിഷമമാണ്, സമമുള്ളതല്ല. സർവഭൂതേഷു ദുർഹൃതാം, എല്ലാ ഭൂതങ്ങളിലും ദുഷ്ടമായ മനസ്സുള്ളവരുടെ. സർവഭൂതേഷു ദുർഹൃതാം, ദുഷ്ടമായ ഹൃദയത്തോടു കൂടിയവരിൽ. ഇത് മന്യഫി സദാ ഭദ്രം, അവിടെ ഭദ്രം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്റെ സഹോദരന്മാർ ആരും ഭദ്രം ആഗ്രഹിക്കുന്നവരല്ല. സർവഭൂതേഷു ദുർഹൃതാം, എല്ലാ ഭൂതജാലങ്ങളെയും നിഗ്രഹിക്കുന്നവരാണ്, ദ്രോഹിക്കുന്നവരാണ്, ശാസിക്കുന്നവരാണ്. അതിനാൽ രുക്മിയെ കൃഷ്ണന് വിരൂപനാക്കിയത് കൊണ്ട് വ്യസനിക്കാൻ അവകാശമില്ല. കേൾക്കാൻ വേണ്ട. കേൾക്കാൻ മേലോ സാർ?
അപ്പോഴത്തേക്ക് സാറ് ഇല്ല ഇവിടെ. സാർ ഒരു ബ്രേക്കിലാണ്. ബ്രേക്കിലാണല്ലേ? ഉടനെത്തും. സാറ് വന്നു വന്നു വന്നു. ഒരാള് വാതുക്ക വന്നു ബെല്ലടിച്ചുകൊണ്ട് നമുക്ക് പോയത്. തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃതാം യന്മന്യഫേ ഫദാ ഭദ്രം സുഹൃതാം ഭദ്രമജ്ഞവത്. നീ യന്മന്യഫേ, നീ ക്ഷേമത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് കൊണ്ട് തന്നെ ഈ ബുദ്ധി വിഷമം എന്താണ്? ഈ ബുദ്ധി വിഷമമുള്ള ബുദ്ധിയാണ് നിന്റെ. കാരണം നിന്റെ സഹോദരൻ എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്നവനാണ്, സർവഭൂതേഷു ദുർഹൃതനാണ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഭദ്രം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അഭദ്രന്മാരായ ആൾക്കാരെ വാസ്തവത്തിൽ രക്ഷിക്കണം എന്നുള്ളത് നിന്റെ ഈ ബുദ്ധി വളരെയധികം വിഷമം പിടിച്ചാണ്, പക്ഷപാതപരമാണ്. വിഷമം എന്ന് വെച്ചാൽ പക്ഷപാതം, സമമല്ലാതെ. എന്റെ സഹോദരൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ ശിക്ഷിക്കരുത് എന്ന് പറയുന്ന ഒരു പക്ഷപാതമാണ്. പക്ഷേ രാജാക്കന്മാരുടെ ധർമ്മം അങ്ങനെയല്ല. ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, അത് രാജധർമ്മമാണ്. അതുകൊണ്ട് നിന്റെ ഈ ചിന്ത ബാലിശമാണ്, പക്ഷപാതപരമാണ്, ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബലരാമൻ വീണ്ടും രുക്മിണിയുടെ ബുദ്ധി അത്ര നന്നായില്ല എന്നും ശ്രീകൃഷ്ണൻ എല്ലാവരിലും സമമായി കാണുന്നവനാണ് എന്നും അങ്ങനെ സമചിന്തയുള്ള ഒരാളുടെ കൂടെ നിൽക്കുന്ന നീ വിഷമചിന്താഗതിക്കാരി ആവരുത് എന്ന്. ശ്രീകൃഷ്ണൻ ആരോടും പക്ഷപാതമില്ല, എല്ലാവരെയും സമമായി കാണുന്നവനാണ്. നീയും അതേപോലെ തന്നെ ആയിത്തീരേണ്ടവളാണ്, പക്ഷപാതം പിടിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ നയതന്ത്രമായ മട്ടിൽ കൂടി രുക്മിണിയാന്ന് ഉപദേശിക്കാൻ ഇവിടെ ബലരാമൻ തയ്യാറാവുകയാണ്. തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃതാം യന്മന്യഫേ സദാ ഭദ്രം സുഹൃദം ഭദ്രമജ്ഞവത്. തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃതാം യന്മന്യഫേ സദാ ഭദ്രം സുഹൃദം ഭദ്രമജ്ഞവത്. തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃതാം യന്മന്യഫേ സദാ ഭദ്രം സുഹൃദം ഭദ്രമജ്ഞവത്. അറിവില്ലാത്തവരെ പോലെയാണ് അജ്ഞവത്. ആത്മമോഹോ നൃണാമേഷ കൽപ്യതേ ദേവമായാം സുഹൃത് ദുർഹൃദുദാസീന ഇതി ദേഹാത്മമാനിനം. ആത്മമോഹോ നൃണാം യേഷ. ആത്മമോഹ, ഈ ആത്മമാകുന്ന അജ്ഞാനം, ഈ ആത്മാവിലുണ്ടായ അജ്ഞാനം, ആത്മമോഹ നൃണാം മനുഷ്യർക്ക് കൽപ്യതയെ ദേവമായ ഈശ്വരമായ കൊണ്ട് കൽപ്പിച്ചിട്ടുള്ളതാണ്. ഉള്ളിലുള്ള ഈ അജ്ഞാനം ഈശ്വരന്റെ മായ കൊണ്ട് മനുഷ്യർക്ക് കൽപ്പിതമാണ്. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുള്ള അജ്ഞാനം ഉണ്ടാകും. നീ ഒരു മനുഷ്യ സ്ത്രീയാണ്, ഭഗവാൻ ദേവനുമാണ്. ഇങ്ങനെയുള്ള മനുഷ്യ സ്ത്രീകൾക്ക് എപ്പോഴും അജ്ഞാനമാകുന്ന മായയുടെ ബന്ധനത്തിൽ അകപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്ത, പക്ഷപാതപരമായ ചിന്ത ഉണ്ടാകാൻ കാരണം. ആത്മമോഹോ നൃണാമേഷ കൽപ്യതേ ദേവമായ സുഹൃത് ദുർഹൃത് ഉദാസീന ഇതി. സുഹൃത്ത് ദുർഹൃത് ഉദാസീന ഇതി എന്നിങ്ങനെ ഇവൻ സുഹൃത്താണ്, ഇതെന്റെ ബന്ധുവാണ്, ഇവൻ ദുർഹൃത്താണ്, ശത്രുവാണ്, ഇവൻ ഉദാസീനനാണ്, മടിയനാണ് എന്നിങ്ങനെ ഉള്ള ഈ അജ്ഞാനം ദേഹ ആത്മമാനിനാം, ദേഹമാണ് ആത്മാവെന്ന് മാനിക്കുന്നവർക്ക്, ദേഹാത്മവാദികളായ
അജ്ഞാനികൾക്ക് ദേവമായ കൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിനക്കും ഈ മായാഭ്രമം ഉണ്ടാവാൻ കാരണം. ഇതൊരു മായ കൊണ്ട് തന്നെയാണ്. ആ മായ സുഹൃത്ത്, ദുർഹൃത്, ഉദാസീന ഇതി എന്നിങ്ങനെയുള്ള അജ്ഞാനം. ഇവന്റെ സുഹൃത്താണ്, ഇവന്റെ ശത്രുവാണ്, ഇവൻ മിത്രമാണ് എന്നൊക്കെ കൽപ്പിക്കുന്നത് അജ്ഞാനം. അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഈ തോന്നലുണ്ടാവാൻ കാരണം, നിന്റെ സഹോദരനെ കുറിച്ച്. ആത്മമോഹോ നൃടാമേഷ കൽപ്യതേ ദേവമായ സുഹൃത് ദുർഹൃദുദാസീന ഇതി ദേഹാത്മമാനിനാം. ആത്മമോഹോ നൃടാമേഷ കൽപ്യതേ ദേവമായ സുഹൃത് ദുർഹൃദുദാസീന ഇതി ദേഹാത്മമാനിനാം. ആത്മമോഹോ നൃടാമേഷ കൽപ്യതേ ദേവമായ സുഹൃത് ദുർഹൃദുദാസീന ഇതി ദേഹാത്മമാനിനാം. ഏക ഏവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം. നാനേവ ഗൃഹ്യത്തെ മൂഢേർയഥാ ജ്യോതിര്യഥാ നഭാം. ഏക ഏവ പരോ ഹ്യാത്മാ. പരോ ആത്മാ, ഈ പരമാത്മ ചൈതന്യം ഏക ഏവ, പരമാത്മാ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏക ഏവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം. എല്ലാ മനുഷ്യർക്കും ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ. ആ ഭേദം ആർക്കുമില്ല. ഏക ഏവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം. എല്ലാ ദേഹികൾക്കും ആത്മസ്വരൂപം ഒന്നു മാത്രമാണ്, പരമാത്മസ്വരൂപം ഒന്നു മാത്രമാണ്. നാനേവ ഗൃഹ്യത്തെ, നാനായവ ഗൃഹ്യത്തെ, പലതായിട്ട് സ്വീകരിക്കുന്നത് മൂഢൈഹി, മൂഢന്മാരാൽ. യഥാ ജ്യോതിരി യഥാ നഭ. എപ്രകാരമാണോ ജ്യോതിസ് എന്ന പോലെയും ആകാശമെന്ന പോലെയും അനേകമായിട്ട് ഗ്രഹിക്കപ്പെടുന്നു, അനേകമായിട്ട് മനസ്സിലാക്കപ്പെടുന്നു, ഒന്ന് തന്നെയാണ്. ആകാശം ഒന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ ഈ ആകാശത്തെ നമ്മൾ പലതായിട്ട് കൽപ്പിക്കുന്നു. ഇതെന്റെ വീടിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്, ഇത് ഈ കുടത്തിൻ്റെ ഉള്ള സ്ഥലമാണ്, ഇത് കസേരയിലെ സ്ഥലമാണ്, ഇത് കട്ടിലെ സ്ഥലമാണ്, ഇത് ഈ നാട്ടിലെ സ്ഥലമാണ് എന്നിങ്ങനെ ഈ സ്പേസിനെ നമ്മൾ പലതായിട്ട് വിഭജിച്ച് വ്യവഹരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. തേജസ്സും അങ്ങനെ തന്നെയാണ്. ഇവിടെയുള്ള വെളിച്ചം, അവിടെയുള്ള വെളിച്ചം, അവിടെ വെളിച്ചമില്ല, ഇവിടെ വെളിച്ചമില്ല എന്നിങ്ങനെ പ്രകാശവും ജ്യോതിസും അതേപോലെ നഭഃ ആകാശവും യഥാ നാനേവ ഗൃഹ്യതേ, നാനായവ ഗൃഹ്യതേ. അതുപോലെയാണ് ഒരേ പരമാത്മ ചൈതന്യ സ്വരൂപം പലരിലും പലതായിട്ട് കാണപ്പെടുന്നു മാത്രമേ ഉള്ളൂ, ഒന്ന് തന്നെയാണ്. ഏകേവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം. നാനേവ ഗൃഹ്യതേ മൂഢേർയഥാ ജ്യോതിര്യഥാ നഭാം. ഏകേവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം. നാനേവ ഗൃഹ്യതേ മൂഢേർയഥാ ജ്യോതിര്യഥാ നഭാം. ഏകേവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം. നാനേവ ഗൃഹ്യതേ മൂഢേർയഥാ ജ്യോതിര്യഥാ നഭാം. ദേഹാദ്യന്തവാനേഷ പ്രാണഗുണാത്മക ആത്മന്യവിദ്യയാ കൃത സ്വാരേതി ദേഹിനാം. ദേഹിനം ദേഹ ആദ്യന്തവാൻ ഏഷ. ആദ്യന്തവാൻ ഏഷ ദേഹ. ആദിയും അന്തവുമുള്ള ഈ ശരീരം, ഈ ശരീരത്തിന് ആദിയുണ്ട് അന്തവുമുണ്ട്. ആദ്യന്തവാൻ ഏഷ ദ്രവ്യപ്രാണഗുണാത്മക. അങ്ങനെയുള്ള ഈ ദേഹം ദ്രവ്യപ്രാണഗുണാത്മക. പഞ്ചഭൂതങ്ങൾ എന്ന ദ്രവ്യങ്ങൾ, പ്രാണങ്ങൾ, ത്രിഗുണങ്ങൾ ഇവയുടെ സ്വരൂപത്തോടു കൂടിയതാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ ദ്രവ്യങ്ങളുണ്ട്, ഭൂതാത്മകങ്ങളായ പഞ്ചഭൂതങ്ങൾ അവസ്ഥയുണ്ട്, പ്രാണാദികളെല്ലാം ഉണ്ട്. പഞ്ചപ്രാണനും ശരീരത്തിൽ. ഗുണാത്മക സത്വരജസ്തമസ് എന്ന ഗുണങ്ങളോടും കൂടിയതാണ്. അതുകൊണ്ട് ആദ്യന്തവാൻ ഏഷദേഹ. ഈ ദേഹത്തിന് ആദിയുണ്ട് അന്തവുമുണ്ട്. ആത്മനി അവിദ്യ ക്ലിപ്ത. ആത്മാവിൽ അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ക്ലിപ്ത, എന്താണ്, ലിമിറ്റ് ചെയ്യപ്പെട്ടവൻ, ബന്ധിക്കപ്പെട്ടവൻ. സംസാരേതി ദേഹിനം. അവൻ സംസാരേതി,
സംസാരേതി സംസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേഹിനം, ദേഹിയെ, ദേഹത്തിൽ ആദ്യന്തവാനായിരിക്കുന്ന ഈ ദേഹത്തിൽ, ദ്രവ്യപ്രാണ ഗുണാത്മകമായിരിക്കുന്ന ഈ ദേഹത്തിൽ, ആത്മനി, ആത്മാവിൽ അവിദ്യ കൊണ്ട് കൽപ്പിച്ചതാണ് സംസാരം. സംസാരം ഒരു കൽപ്പനയാണ്, അത് അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആത്മനി ക്ലിപ്ത, തൻ്റെ ആത്മാവിൽ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്ന ദ്രവ്യപ്രാണ ഗുണാത്മക ആദ്യന്തവാൻ ഏഷ ദേഹ ദേഹിനം സംസാരിച്ചു. ഈ ദേഹം ഈ ദേഹിയെ ഇങ്ങനെ സംസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അജ്ഞാനം കൊണ്ട് മാത്രമാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. എൻ്റെ 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 എന്നുള്ള വിഭാഗീയ ചിന്ത അറിവില്ലായ്മ കൊണ്ടാണ്. അഖണ്ഡമായ ഒരു ജ്ഞാനത്തിൽ വിഭാഗീയതയില്ല. എൻ്റെ അറിവെന്നില്ല, എൻ്റെ ജ്ഞാനം എന്നില്ല, എൻ്റെ വിശപ്പെന്നില്ല, എൻ്റെ ദാഹം എന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. ഞാൻ എൻ്റെതാക്കി മാറ്റിയാലോ? അത് സ്വാർത്ഥതയല്ലേ. വിശപ്പ് എല്ലാവർക്കും ഉള്ളതാണ്, എൻ്റെ വിശപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വാസ്തവത്തിൽ ദേഹം ആദ്യന്തവാനാണ്, ദ്രവ്യപ്രാണ ഗുണാത്മകനാണ്. അത് ആത്മാവിൽ അവിദ്യ കൊണ്ട് ക്ലിപ്തപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദേഹിനം, ഈ ദേഹിയെ ഇങ്ങനെ സംസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദേഹി ദേഹ സംബന്ധമാണ് സംസാരത്തിന് കാരണം. എപ്പോഴാണോ ദേഹിക്ക്, ആത്മാവിന് ദേഹവുമായി സംബന്ധമുണ്ടാകുന്നത്, അപ്പോൾ മുതൽ ഇങ്ങനെ സംസരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സംസാരം, ഇതാണ് പ്രാപഞ്ചിക ജീവിതം. അത് മായ കൊണ്ട് നിബന്ധിതമാണ്, ത്രിഗുണങ്ങളാൽ നിബന്ധിതമാണ്, പഞ്ചഭൂതങ്ങളാൽ നിബന്ധിതമാണ്, പഞ്ചപ്രാണനാൽ നിബന്ധിതമാണ്. അതാണ് ഈ ദേഹം. ഈ ദേഹം തൻ്റെ ഉള്ളിലിരിക്കുന്ന ദേഹ്യം കൊണ്ട് ഇവിടൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. എന്നിട്ടും ഉള്ളിലിരിക്കുന്ന ദേഹിയെ തിരിച്ചറിയുന്നില്ല. ദേഹിയാണെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ബോധമൊട്ട് ഉണ്ടാവുന്നുമില്ല. ദേഹ ആദ്യന്തവാനേഷാ ദ്രവ്യപ്രാണ ഗുണാത്മക ആത്മന്യവിദ്യയാ കൃത സംസാരേതി ദേഹിനം. 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 ഇതാണ് വാസ്തവത്തിൽ. ഇതിൽ ആരുടെയും പക്ഷം പിടിക്കാൻ ആവശ്യമില്ല, ആർക്കും ദുഃഖിക്കാനും അവകാശമില്ല. പക്ഷം പിടിക്കലും ദുഃഖമൊക്കെ സംസാരത്തിന്റെ അവിദ്യ കൊണ്ട് സ്വയം അനുഭവിച്ചറിയുന്നതാണ്, വാസ്തവമല്ല. ഇപ്പൊ നീ ഒരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം. ഇനി നീ ദേവന്മാരുടെ കൂടെ ചേർന്നിരിക്കുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാനോട് ചേർന്നിരിക്കുകയാണ്, ഈ വക ചിന്തകളൊക്കെ മാറ്റിക്കളയേണ്ടതല്ലേ എന്ന് ബലരാമൻ ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്കുകയാണ് വാസ്തവത്തിൽ രുക്മിണിക്ക് ഈ സമയത്ത്. ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഉപസംഹരിക്കാൻ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് തീരില്ല. തന്നെയല്ല, ഈ അധ്യായം നമുക്ക് അടുത്ത ദിവസം തീർക്കാനേ പറ്റുള്ളൂ. കൊണ്ട് ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പ്രവേശിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാറേ കൈക്കെന്ത് പറ്റിയ സാറേ? ഒരു കുഴിനഖം വന്നിട്ട് ഒന്ന് കട്ട് ചെയ്തു ചെയ്യണം, അങ്ങനെ പറ്റുക. കീറിയോ? അഴുക്ക് കളഞ്ഞോ എടുത്തകത്തെ? അതെ അതെ, ഇത്തിരി കൂടുതൽ പഴുത്തായിരുന്നു, കൊണ്ടത് അവരെ കീറി. ഇതെപ്പോഴായിരുന്നു സാറേ? 3-4 ദിവസം ഉണ്ട് ഇങ്ങനെ കൊണ്ടു കിടന്നിട്ടൊന്ന് പോകാൻ സമയമില്ലാഞ്ഞിട്ട് എണ്ണക്ക മരുന്ന് വെച്ചൊക്കെ നിന്നത് പഴുത്തു. പിന്നെ ഇന്നലെ പിന്നെ കൊണ്ടുപോയി. കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ ഉണ്ടായിരുന്നോ അപ്പം ഇത്? ഇന്നലെ അല്ലേ വെച്ച് കിട്ടിയുള്ളൂ.
ഓ അത് ഇന്നലെ ശരി. ഉണ്ടായിരുന്നു. ആ, ആ, ഇന്നലെ ആ. വൈകിട്ട് ഇന്നലെ വൈകിട്ടാവേ സന്ധ്യക്കാവേ അന്നേരം ആ. ആണ്. അതുവരെ കെട്ടില്ലല്ലോ, ഇങ്ങനെ വഴുത്തിരിക്കുന്നുള്ള ആർക്കും ആ. കാണത്തില്ല. ഇപ്പൊ കെട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ, അത് ശരി. അത് ശരി. ആ, ശരി സാറേ എന്നാ. ശരി ശരി ശരി.